നമുക്കേ ഇന്ന് ഈ കിച്ചൺ ഒന്ന് വൃത്തിയാക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, കുറച്ച് സ്റ്റൈലായിക്കോട്ടെ. നമുക്ക് ഈ കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്താലോ? വേണ്ട അല്ലേ? നമുക്കേ നമ്മുടെ ഭാഷയിൽ പറയാം, നമുക്കിന്നേ അടുക്കള ഒന്ന് അടിച്ചു വാരി തുടച്ചിടാം. ഓക്കെ? ഞാൻ ഏകദേശം ഒരു മാസമായിട്ട് ഈ കിച്ചൺ ഒന്ന് വൃത്തിയാക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് കയറി വരുമ്പം ഞാൻ വിചാരിക്കും ബാക്കിയുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് എന്തായാലും വൃത്തിയാക്കി ഇടും. കാരണം ഒന്നാമത് ഇത് വൈറ്റാ, നല്ല വൈറ്റാ. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ഐറ്റംസൊക്കെ പൊടി പിടിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ. മുമ്പ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഓൾറെഡി ഇങ്ങനെ തന്നെ കാണും കേട്ടോ. ഈ കിച്ചണിലുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഇങ്ങനെ ഇരുന്നാലും ഇതിങ്ങനെ പുറത്തിരിക്കുന്നത് കൊണ്ട് നിറച്ച് പൊടി കാണും. അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന പാനുകൾ, നേരത്തെ കുറേ കണ്ടെയ്നേഴ്സൊക്കെ കാണിച്ചില്ലയോ, അതൊക്കെ ഞാൻ കഴുകി ഓരോന്നോരോന്ന് ഉപയോഗം കഴിയുമ്പോൾ കഴുകി വെക്കുന്നതാണ്. അങ്ങനെ വെച്ചിരിക്കുന്നത്, സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ എല്ലാം പൊസിഷനിൽ നിന്ന് മാറ്റി ഫുള്ളായിട്ട് വൃത്തിയാക്കണം. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് പൊസിഷൻ മാറ്റി വെക്കുന്നത് നല്ലതാട്ടോ, വൃത്തിയാക്കി. കാരണം നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചില സാധനങ്ങളൊന്നും ഉപയോഗിക്കാതാവും. അപ്പം നമ്മൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്ഥാനമൊക്കെ മാറ്റി വെക്കുമ്പം നമ്മൾ ഈ എടുക്കാതിരിക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉപയോഗിക്കുകയും വൃത്തിയായി സൂക്ഷിക്കുകയും അങ്ങനെയൊക്കെ പറ്റും. ജോലി തുടങ്ങുന്ന നേരത്തെ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരാളെന്നെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞ്. പക്ഷെ എന്തായി, കാർത്തികേയനെ ഇങ്ങോട്ട് നടന്നോളുക, ഞാനൊന്ന് മറപ്പര വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ദേ പോന്നു. ഈ പോന്ന ആളാ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത്, നമ്മുടെ പാറൂട്ടി വല്യമ്മ. പക്ഷെ സാരമില്ല, നമുക്കിവിടെ വേശാമണി അമ്മാളുണ്ട്. അമ്മാളിൽ നിന്ന് സ്കൂളില്ല. അപ്പം നിങ്ങൾ ഈ ഡീപ്പ് ക്ലീനൊക്കെ, അതായത് കാര്യമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം വൃത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ഭാഗത്തുള്ള, അല്ലെങ്കിൽ ആ റൂമിലെയോ കിച്ചണിലെയോ എല്ലാ ഐറ്റംസും കൂടെ എടുത്ത് വാഷ് ബേസിൻ്റെ അടുത്തിട്ട് കഴുകാൻ നിൽക്കരുത്. അത് ഇരട്ടിപ്പണിയാകും. ഇരട്ടിപ്പണിയെന്ന് മാത്രമല്ല, തലവേദന പിടിച്ച പണിയാകും. അതുകൊണ്ട് നമുക്ക് ഈ മാറ്റേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ. ഇപ്പം വൃത്തിയായിട്ട്, അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഒരു സ്ഥലത്ത് സേഫായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്പൂണ്, തവി ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ആ ഭാഗത്തുനിന്ന് കുറച്ച് സ്പൂണും തവിയൊക്കെ എടുത്ത് മാറ്റിയല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. എനിക്ക് അത്ര സാധനങ്ങളേ ഉള്ളൂ. ആ കാണുന്ന ആ ഒരു സ്പൂണൊക്കെ വെക്കുന്ന ഹോൾഡർ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തിരിക്കുന്ന സ്പൂണ്, തവി ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എനിക്ക് അധികമൊന്നുമില്ല. അത്രയും സാധനങ്ങൾ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി ഇങ്ങനെ കഴുകി വെക്കുന്നത് കൊണ്ട് എനിക്കതിന് പ്രത്യേകിച്ച് കഴുകുമൊന്നും വേണ്ട. അതെടുത്ത് ഞാൻ സേഫായിട്ട് മാറ്റി വെച്ച്. അതല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു ഡെക്കോർ ഐറ്റംസ് ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ലാബിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടെയ്നറിലൊക്കെ വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നതോ, അല്ലെങ്കിൽ ഈ പാനൊക്കെ സ്ലാബിൻ്റെ പുറത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം. അതിൻ്റെ പുറത്തിരിക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ടോ, അത് ഞാൻ എല്ലാം കൂടെ എടുത്ത് വാഷ് ബേസിൻ്റെ എടുത്തിട്ട് കഴുകത്തില്ല. കാരണം അങ്ങനെ ആകുമ്പം ഈ ഇരിക്കുന്ന ഐറ്റംസൊക്കെ പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കൂടെ കലപില്ലാന്ന് പറഞ്ഞ് അവിടെയൊക്കെ കിടന്ന് സോപ്പിട്ട് കഴുകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഒരറ്റത്തുനിന്ന് തുടങ്ങി ഓരോ ഐറ്റംസ് എടുക്കും. ഇപ്പം ഇത് ഞാൻ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ഒരു ഭരണിയാണ്. അപ്പം അത് മാത്രം ഞാൻ എടുത്ത് നന്നായിട്ട് സോപ്പിട്ട് കഴുകി ഉണങ്ങാനായിട്ട് ഒരിടത്ത് വെക്കും. എന്നിട്ട് അടുത്ത സെറ്റ് എടുക്കും, അടുത്ത സാധനം എടുത്ത് അത് കഴുകും. അല്ലാതെ നമ്മൾ ഒരുമിച്ച് ആ ഭാഗം ഒഴിച്ച് വൃത്തിയാക്കി ഒരിടത്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് കഴുകാനേ ഇരിക്കല്. അപ്പം അത് ഭയങ്കര റിസ്ക്കുള്ള പണിയാണ്. ഒന്നാമത് ഈ കിച്ചണിലിരിക്കുന്ന എല്ലാ ഐറ്റംസും പൊട്ടുന്ന ഐറ്റംസാണ് കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ, ആ ഫ്ലവർ വെച്ചിരിക്കുന്ന ആ വേസും അതിൻ്റെ താഴത്തെ ഒരു റൗണ്ട് ഒരു പാത്രം, അതൊക്കെ മാത്രമേ ഉള്ളൂ പൊട്ടാത്ത ഐറ്റംസ് ഉള്ളത്. ബാക്കി എല്ലാം പൊട്ടുന്നതാണ് കേട്ടോ. നമ്മൾ മസാല ഇട്ട് വെച്ചേക്കുന്ന കുപ്പികൾ ഉൾപ്പെടെ അവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും, അത് ഈ കിച്ചണിലെ മാത്രമല്ല കേട്ടോ, ഈ വീട്ടിൽ
ഷോക്കേസിലിരിക്കുന്ന പാർട്ടീഷൻ പോലൊരു സ്ഥലമുണ്ട്. അതിനകത്തിരിക്കുന്ന ഐറ്റംസും എല്ലാം പൊട്ടുന്നതാണ് കേട്ടോ. അത് പിന്നെ ഇവിടെ കുഞ്ഞുങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചത്. ഞാൻ കുറേ കാലം മുമ്പ് വാങ്ങിച്ചു വെച്ച ഐറ്റംസ് ഇതൊക്കെ കേട്ടോ. വീട് പണിക്ക് നമ്മൾ തറക്കല്ലിടുന്ന സമയം തൊട്ടേ ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതൊക്കെ. ഈ ഐറ്റംസ് ഓരോന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഓരോ സാധനവും ഞാൻ ഓർഡർ ചെയ്തിട്ട് വരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കുമായിരുന്നു. അതെങ്ങനെയാണ്, ഫോണിൽ കണ്ടതുപോലാണോ, നേരിട്ട് കാണാൻ എങ്ങനെ ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് കൈ കിട്ടിയാൽ മതി. ഓർഡർ ചെയ്യുമ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് വലിയ ഐറ്റംസ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഒരു കുഞ്ഞ് ഐറ്റം ആണെങ്കിലും ഇങ്ങനെ കിട്ടുന്നതെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ ഈ നമ്മുടെ കിച്ചണിൻ്റെ കാര്യമാകുമ്പോൾ അത് പറയണ്ടല്ലോ. നമുക്ക് വീട് വെച്ച് അതിലൊരു കിച്ചൺ, അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് വരുന്നതെന്ന് അറിയുമ്പം ഭയങ്കര സന്തോഷമില്ലയോ. അപ്പം അങ്ങനെ അത്രയ്ക്ക് ആഗ്രഹിച്ച് കൊതിച്ച് വാങ്ങിച്ച സാധനങ്ങളല്ല കേട്ടോ. ഭയങ്കര കൊതിച്ച് വാങ്ങിച്ച സാധനങ്ങളാണ്. നമ്മൾ ഓണത്തിനും വിശേഷത്തിനും ഒക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടാനായിട്ട് കാത്തിരിക്കത്തില്ലയോ? ആ സമയത്തുള്ള ഒരു ഫീലിങ്സ് ആട്ടോ എനിക്കിതൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഉള്ളത്. ഞാനാണെങ്കിൽ എനിക്ക് ഓണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷത്തിനോ ഒരു ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇങ്ങനെ ആത്മനിർവൃതി കൊള്ളുന്ന ഒരാളാട്ടോ. ആത്മനിർവൃതിക്ക് ഇപ്പോഴും കുറവില്ല കേട്ടോ. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഐറ്റംസ്, ഡ്രസ്സായാലും എന്തെങ്കിലും കിട്ടുമ്പോൾ ഇതേപോലത്തെ സന്തോഷമാണ്. പക്ഷേ പണ്ടത്തെ പോലെ നമ്മൾ ഇപ്പം വിശേഷങ്ങൾക്കോ അല്ലെങ്കിൽ ഓണത്തിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യണ്ടല്ലോ. നമുക്കിപ്പം എപ്പോൾ തോന്നുന്നു അപ്പം ഡ്രസ്സ് എടുക്കാമല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓണത്തിനും വിശേഷങ്ങൾ, കല്യാണം, അല്ലെങ്കിൽ പിന്നെ എൻ്റെ അച്ഛൻ ബാംഗ്ലൂരായിരുന്നു. അപ്പം അച്ഛൻ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ എനിക്കും അനിയനും ഒക്കെ ഡ്രസ്സ് കൊണ്ടുവരും. അപ്പം അങ്ങനെയൊക്കെ ആണ് അന്നൊക്കെ. ഇപ്പം അങ്ങനെ അല്ലല്ലോ. എന്നാലും സന്തോഷമാണ് കേട്ടോ ഭയങ്കര. അപ്പം നമുക്ക് ഓരോ ഐറ്റംസായിട്ട് കഴുകിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടിയിട്ട് കഴുകാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടായിട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതെല്ലാം പൊട്ടുന്ന ഐറ്റംസാണ്. അതുകൊണ്ടാണ് ഞാനിത് ഒന്നിച്ചിട്ട് കഴുകാതെ ഓരോന്നോരോന്നായിട്ട് കഴുകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരബദ്ധം കാണിക്കരുത്. കാരണം നിങ്ങളിപ്പം ഉപയോഗിക്കുന്ന മസാല ടിൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓരോന്ന് കഴിയുമ്പം നിങ്ങൾ ഓരോന്ന് കഴുകി വെക്കണം. ഒരെണ്ണം കഴുകുമ്പം ഒരെണ്ണം കഴുകി വെക്കണം. അപ്പം അത് വേറെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ഒരെണ്ണം അധികം ഇല്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇട്ട് വെച്ചാൽ മതിയല്ലോ. എന്തായാലും നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ വൈകിട്ട് രാവിലെ കഴുകുകയാണെങ്കിൽ വൈകിട്ട് എടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ച് തുടച്ചിട്ട് ഒന്ന് ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ചാലും മതി. അല്ലാതെ ഇതിങ്ങനെ കൂട്ടിയിട്ടിട്ട് എടുക്കരുത്. ഇതെനിക്ക് കുറച്ച് ദിവസത്തെ മടിയുടെ പണി കിട്ടിയതാട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് സാധനമായാലും ഓരോന്ന് കഴിയുമ്പം അപ്പം കഴുകി വെക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഓരോ ദിവസം ഈ കിച്ചണിലെ ഒരറ്റത്ത് ഇപ്പം ഇങ്ങനെ കിച്ചണിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്നുമില്ല ഒഴിച്ചിട്ടിരിക്കുന്നതാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഒന്നോ രണ്ടോ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു ദിവസം ഒരു സാധനം ഒരൈറ്റം എടുത്ത് കഴുകുക. അല്ലെങ്കിൽ ആഴ്ച ഒരിക്കലെങ്കിലും ഒരൈറ്റം ഒരറ്റത്തുനിന്ന് തുടങ്ങി ഒരെണ്ണം എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം എടുത്ത് കഴുകുക. കാരണം എന്തായാലും പൊടി പിടിക്കും. നമ്മൾ തൂക്കുന്ന പൊടിയൊക്കെ എന്തായാലും ഈ ഐറ്റംസിലൊക്കെ കാണും. എത്ര വൃത്തിയായിട്ടിരിക്കാൻ തോന്നിയാലും കാണും.
അപ്പം അങ്ങനെ കഴുകി വെക്കുക. പിന്നെ ഒരു 2-3 ദിവസം എടുത്തിട്ട് അടുത്ത ഐറ്റം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം ഒന്ന് കറങ്ങി ഈ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ എത്തുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് സെറ്റാവും, വൃത്തിയാവും. പിന്നെ നമ്മൾ കിച്ചണിൻ്റെ ഡോറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് 1-2 ദിവസം കൂടി ഇരിക്കുമ്പോൾ ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കണം. പിന്നെ അപ്പോഴത്തേക്കും പിന്നെ ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ വലിയ പണി കാണത്തില്ല കേട്ടോ. ഇതിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, 1 മാസമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കാമെന്നും പറഞ്ഞിരിക്കുന്ന അല്ലാതെ പണിയൊന്നും നടക്കുന്നില്ല. അപ്പം അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ എവിടെ നിന്നൊക്കെയോ കുറേ അപശബ്ദങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. നേരത്തെയും വീഡിയോയിലൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴേ നമുക്കൊരു 38 മിനിറ്റിലത്തെ വീഡിയോയാണ് കാണുന്നതെങ്കിലും ഇത് ഞാൻ രാവിലെ തുടങ്ങിയതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 11 മണി എങ്ങാണ്ടായി ഞാൻ തുടങ്ങിയപ്പം, 11-10 അത്ര എങ്ങാണ്ടായി ഞാൻ തുടങ്ങിയപ്പം. എന്നിട്ട് അന്നത്തെ ദിവസം രാത്രി 11:30 ആയപ്പോഴാണ്, കറക്റ്റ് 11:30 ആയപ്പോഴാണ് ഈ ജോലി തീർന്നത്. അപ്പോഴത്തേക്കും ഏകദേശം ഒരു ചത്തവസ്ഥയൊക്കെ ആയി കേട്ടോ. കാരണം അത്രയ്ക്ക് വയ്യായിരുന്നു. രാവിലെ ഒരു 10-11 മണിയായെന്ന് തോന്നുന്നു. അപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 12-12.5 മണിക്കൂറോളം ഇങ്ങനെ നിരന്തരമായിട്ട് ഇന്ന് ചെയ്യുമായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇത് ഇടയ്ക്ക് ഇട്ടിട്ട് പോയാലേ നമ്മളെ ഇപ്പോൾ ചെയ്തില്ല എന്ന് പറഞ്ഞു ഒന്നും പറയാനൊന്നും ആരുമില്ല. എന്നാലും ഇടയ്ക്കിട്ടിട്ട് പോയാൽ പിന്നൊരു മടിയെ ഇരുന്ന് കഴിഞ്ഞാൽ. അതുപോലെ ഈ സാധനങ്ങൾ ആകെ ഇത്രയും സാധനങ്ങളെല്ലാം ഉള്ളതെന്ന് വിചാരിക്കും. ഓരോ കബോർഡിനകമൊക്കെ നമ്മൾ തുടച്ച് അതിനുള്ള സാധനങ്ങളൊക്കെ മാറ്റി കഴുകി, പിന്നെ ഇടയ്ക്ക് നമ്മുടെ വേറെ ഓരോ പണികളുടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും കേട്ടോ, ഒരുപാട് സമയം എടുത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത്. നിങ്ങൾ കുറേശ്ശെ ആയിട്ട് ഓരോ ദിവസം കുറേശ്ശെയായിട്ട് ചെയ്ത് തീർക്കണം. അത് ഏത് ഭാഗമാണെങ്കിലും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. ഇത് ഓരോ ദിവസം ഓരോ ഭാഗങ്ങളായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. ചില ദിവസം നമുക്ക് ചില മടികളൊക്കെ വരുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പം 11:30 ഒക്കെ ആയിത്തീർന്നു. 11:30 ആയി തീർന്നെന്ന് വെച്ചാൽ ഒരു 10 മണിയോട് ആയപ്പോൾ തന്നെ ഈ കിച്ചണിൻ്റെ എല്ലാ പണികളും തീർന്നു കേട്ടോ. എല്ലാം വൃത്തിയാക്കി, ഫുള്ള് നീറ്റാക്കി വൃത്തിയാക്കി വെച്ച്. പക്ഷേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ചാവാറായ അവസ്ഥയായി, എന്നാൽ പിന്നെ ഈ ജനലും കൂടെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ ജനലെല്ലാം തുടച്ച് ചില തീവലയൊക്കെ കിട്ടിയതെല്ലാം മാറ്റി, പൊടിയൊക്കെ മാറ്റി, ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കി സൂപ്പറാക്കി അടിപൊളിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ജനൽ വരെ വൃത്തിയാക്കി, എന്നാൽ പിന്നെ ഈ ഫ്രിഡ്ജും കൂടെ വൃത്തിയാക്കാം എന്നും പറഞ്ഞ് ആ ഫ്രിഡ്ജും വൃത്തിയാക്കി. എന്ന് വെച്ചാൽ ഈ പണിക്കൊന്ന് ഇറങ്ങാൻ 1 മാസമായിട്ട് വിചാരിച്ചിരിക്കുക. പിന്നെ ആവട്ടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴോ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ പോലും ഏറ്റവും ലാസ്റ്റുള്ള ഫ്രിഡ്ജ് വരെ വൃത്തിയാക്കിയിട്ടാണ് വന്നത്. അതായത് ഈ ക്ലീനിങ്ങിന് ഇറങ്ങിയാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇറങ്ങാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. പക്ഷെ നമ്മൾ ക്ലീനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തം അടിച്ച് നനച്ച് തുടച്ച് ചാണകവെള്ളം കുടഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. അതാ അവസ്ഥ. പിന്നെ ഈ കാണിക്കുന്ന ഇതുണ്ടല്ലോ, ഈ വെറ്റ് വൈപ്സ്, ഇത് ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഈ നമ്മുടെ മുഖവും കൈയും ഒക്കെ തുടയ്ക്കുന്ന മാതിരി അല്ലാതെ ക്ലീനിങ്ങിന് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഈ ബോട്ടിൽസും നമ്മുടെ ഈ കിച്ചൺ കബോർഡിൻ്റെ ഹാൻഡിലൊക്കെ ഉണ്ടല്ലോ, അതും ഡോറും ഏതൊക്കെ ഭാഗമുണ്ട് നമ്മുടെ ഡോറ്, ജനലിൻ്റെ കമ്പികൾ, പിന്നെ എല്ലാം ഓരോ ഐറ്റംസ് നമുക്ക് ഈ ഇരിക്കുന്ന ഓരോ ഐറ്റംസ് എല്ലാം വൃത്തിയാക്കി അടിപൊളിയായിട്ട് തുടച്ചെടുക്കാൻ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം കേട്ടോ. വലിയ വിലയുമില്ല. അതിന് ഒരു 29 രൂപ അങ്ങാണ്ടിയുള്ള ഒരു പാക്കറ്റിന്. പിന്നെ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം സാധനം കുറച്ചുകൂടെ വിലക്കുറവിലൊക്കെ കിട്ടുമായിരിക്കും. അപ്പം അത് നിങ്ങൾ നോക്കിക്കോട്ടോ, നല്ല സാധനം. അത് മാത്രമല്ല ഒരു 3-4 ദിവസത്തേക്ക് ഇത് വെച്ച് തുടച്ചതിൻ്റെ ഒരു മണം നമ്മൾ ആ കിച്ചണിൽ കയറുമ്പോൾ കാണും കേട്ടോ. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഓരോ കബോർഡ് സ്പൂൺ എടുക്കാനും പിന്നെ മസാലയൊക്കെ എടുക്കാനോ എന്തിനു തുറന്നാലും അല്ലെങ്കിൽ അടുക്കളയിലോട്ട് ആരെങ്കിലും വന്നാൽ തന്നെ പറയും ഇതിനകത്ത് എന്തോ ഒരു മണമുണ്ടല്ലോ എന്ന് പറയും. അപ്പം ഇത് ഈ സ്റ്റുഡിയോയിൽ ഇപ്പം കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു, അന്നേരം വാങ്ങിയതാട്ടോ.
അപ്പം ഇനി ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ വോയിസ് ഓവർ ഇടുന്ന കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് ഭയങ്കര രസമാണ് അകത്തോട്ട് കയറാൻ. കാരണം ഈ കുറച്ചെങ്കിലും പൊടി പിടിച്ചിരുന്ന ഐറ്റംസൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ ലൈറ്റും കൂടി ഇടുമ്പോൾ ഭയങ്കര തിളക്കം, അതിനൊക്കെ ഭയങ്കര ഷൈനിങ്ങാണ്. അപ്പം നല്ല രസമാണ് രാവിലെ അതിനകത്തോട്ട് കയറാനും ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു നേരത്തെ എനിക്കൊരു കുഞ്ഞൊരു ഡയറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ എഴുതി വെക്കും ഇന്ന ദിവസം ഇന്ന ഭാഗങ്ങൾ ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞു. അപ്പം നമുക്ക് കുഴപ്പമില്ലാതിരുന്നത് എല്ലാ ദിവസവും ഓരോ ഭാഗം നമ്മൾ കുറേശ്ശെ പണിയേ ഉള്ളൂ. നമ്മൾ സാധാരണ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ്ങിൻ്റെ കൂടിപ്പോയ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റും കൂടെ അധികം വരും. പക്ഷേ ഫുള്ളായിട്ട് വൃത്തിയാവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഉള്ളിടയ്ക്ക് എന്തോ ഒരുമാതിരി മടിയൊക്കെ പിടിച്ച് അങ്ങനെ ഇരുന്നതുകൊണ്ട് ഇത്രയും പണിയായത്. അപ്പം നിങ്ങളാരും ഇങ്ങനെ റിസ്ക് എടുക്കരുത് കേട്ടോ. കാരണം ഭയങ്കര മെനക്കേടാ. രാത്രി വരെ നമ്മളിങ്ങനെ ഒരേ രീതിയിൽ നിൽക്കുന്നത്. നമുക്ക് തുടങ്ങുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഈ ഭംഗിയുള്ള ഐറ്റംസൊക്കെ വൃത്തിയാക്കി വെക്കുന്നതും പിന്നെ തുടയ്ക്കുകയും ക്ലീൻ ആവുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴേ. പക്ഷേ ഇത് ലേറ്റ് ആവും തോറും നമ്മൾ ക്ഷീണിക്കുമല്ലോ. അപ്പം അങ്ങനെ നിൽക്കരുത്. നമ്മൾ പണിയെടുക്കാനായിട്ട് പണികളുണ്ടാക്കി വെക്കരുത്. നേരത്തെ പണിയെടുത്ത് തീർക്കണം. പിന്നെ ഈ വൃത്തിയാക്കി വെക്കുമ്പം നമ്മളെപ്പോഴും വൃത്തിയായിട്ടിരിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. വൃത്തികേടാക്കാതിരിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതായത് വൃത്തികേടാക്കാതിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതാണ് കാര്യം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കിച്ചൺ വൃത്തിയാക്കി വെച്ച് അപ്പോൾ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരു സമയത്ത് ഡീപ്പ് ക്ലീൻ ചെയ്യുമല്ലോ, അപ്പോൾ അന്നേരത്തേക്ക് കുളമാക്കിയിടാം എന്നും പറഞ്ഞ് നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്ത പണി ഡീപ്പായിട്ട് വൃത്തിയാക്കിയ സാധനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓരോ ഭാഗവും ചെറിയ ചെറിയ പൊടികൾ എന്തായാലും കാണും. കാരണം മനുഷ്യവാസമുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്നതിൻ്റെ അരപ്പോ മസാലയോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. അത് കാര്യമാക്കേണ്ട, എല്ലായിടവും വരും. അതൊന്നും ഇല്ലാതെ നമുക്ക് മ്യൂസിയം പോലെ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്തായാലും വരും, അതവിടെ ഇരിക്കട്ടെ. അല്ലാതെ നമ്മളങ്ങ് അറിഞ്ഞുകൊണ്ടങ്ങ് കുളമാക്കി വൃത്തികേടാക്കി അലമ്പാക്കി ഇടാതിരിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആക്കാതിരിക്കുക. വൃത്തിയായി എപ്പോഴും വൃത്തിയായി കിടക്കാമെന്ന് ഉള്ളതിൻ്റെ ഒരു രീതിയാണ് വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളത്. ഏതാണ്ടൊക്കെ പറഞ്ഞ് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഭാഗമേ ഇപ്പം കുറച്ച് തുണികൾ ഇപ്പം കബോർഡിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ചിട്ടയിലൊന്ന് എടുത്തിട്ട് ഒന്ന് അന്നേരത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ വൃത്തിയാവും. അതെല്ലാം അവിടെ കിടക്കട്ടെ, കുറേ നാൾ കഴിഞ്ഞ് ഞാൻ എന്തായാലും നന്നായിട്ട് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണെങ്കിൽ ഭയങ്കര മെനക്കേടായിരിക്കും. ആദ്യം തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം തന്നെ ഞാൻ ഈ രാവിലെ തൊട്ട് ഇത്രയും മെനക്കെട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെയും നോക്കുന്ന ഒരാൾക്ക് എത്ര പൊടി അവിടെ ഉണ്ടായിട്ട് തോന്നത്തില്ല. കാരണം ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, പടി പിടിച്ചിരിക്കുന്നെങ്കിലും. കാരണം ഇപ്പോൾ ഇരിക്കുന്ന സാധനങ്ങൾ പൊസിഷൻ മാറാതെ അവിടെ തന്നെ വെക്കുന്നത്, പിന്നെ അടുക്കും ചിട്ടയായിട്ട് വെക്കുന്നത്, അതൊക്കെ അവിടെ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴോ നമുക്ക് നോക്കുമ്പോഴോ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നത്തില്ല. പൊടി ഉള്ളത് നമുക്ക് കഴുകേണ്ടി വരും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഞാനൊന്ന് പൊസിഷൻ മാറ്റിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഈ പാനൊക്കെ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇത് മാറ്റിയിട്ട് അപ്പം നമ്മൾ കഴുകി വെക്കുന്ന ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ യൂസ് കഴിഞ്ഞിട്ട് കഴുകി വെക്കുന്ന ബോട്ടിൽസ് എല്ലാം അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കും. അപ്പം അത്രയും ഭാഗം യൂസ് ചെയ്യും. കാരണം മറ്റേ പാനൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം ആ ഷെൽഫൊക്കെ തുറക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ഥാനം മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ ആ ഭാഗവും നമ്മളെപ്പോഴും യൂസ് ചെയ്യും. പിന്നെ ഒന്ന് പൊസിഷൻ മാറ്റി വെക്കുമ്പോൾ ഭയങ്കര ഒരു ഗുഡ് ഫീൽ തോന്നും കേട്ടോ. നമ്മൾ കുറേ സാധനങ്ങൾ കുറേ നാളായിട്ട് ഒരേ സ്ഥലത്തിരിക്കാതെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി തിരിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫീലായിരിക്കും. പിന്നെ അതാണ്ട് ഇത്രയും സാധനങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ച് കേട്ടോ. കാണുമ്പോൾ നമുക്ക് വലിയ ഐറ്റംസ് ഒന്നുമില്ല, ചെറിയൊരു തുണിക്കകത്ത് കൊള്ളാവുന്ന സാധനമേ ഉള്ളെന്ന് തോന്നും. പക്ഷെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും. കബോർഡൊക്കെ തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കും. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതായിട്ടോ. എല്ലാ ക്ലീനിങ്ങും ഒന്നും നമ്മൾ കാണിച്ചില്ല, നിങ്ങൾക്ക് ബോറാവും. പിന്നെ ഏതാണ്ട് ഈ ബോട്ടിൽസൊക്കെ ബാലൻസ് വന്നതെല്ലാം ഞാൻ കഴുകി വെയിലത്തൊക്കെ വെച്ച്
പിന്നെ ഇനി ഈ കാണിക്കുന്നത് നേരത്തെ ഞാൻ കഴുകി വെച്ചിരുന്ന കേട്ടോ, അതാ ഞാൻ പറഞ്ഞേ. ചില ഐറ്റംസേ ഉള്ളൂ കേട്ടോ ഞാൻ കഴുകാതെ മടി പിടിച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ, ബാക്കി ഇതേപോലെ ഇത്രയും സാധനങ്ങൾ ഞാൻ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒഴിഞ്ഞ ഐറ്റംസ്, ഇപ്പം പയറോ ഉഴുന്നോ കടലയോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തീർന്നു കഴിയുമ്പോൾ അപ്പം തന്നെ ഞാൻ കഴുകി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ബാലൻസൊക്കെ കുറേ ചെയ്യാതെ ഇരുന്നെന്നുള്ളത്. കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ദാണ്ട് ഇവിടുന്ന് ഈ ഐറ്റംസ് ഒക്കെ മാറ്റുക കേട്ടോ. ഈ ഐറ്റംസ് ഫുള്ള് മാറ്റിയിട്ട് അവിടെ നമ്മുടെ കടല, പയറ്, ഉഴുന്ന് അങ്ങനെയൊക്കെ എടുക്കുന്ന ഐറ്റംസ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ ഈ കടല ഉഴുന്നുമൊക്കെ വെക്കുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ കണ്ടില്ലേ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ വാങ്ങിച്ച സമയത്ത് ഞാൻ 20 പീസാണ് വാങ്ങിച്ചത്. അത് ചില സമയത്ത് ഒരെണ്ണമായിരിക്കും വാങ്ങിച്ചത്, ചിലപ്പം 1, 2, 3 ഒക്കെ ആയിട്ടായിരിക്കും വാങ്ങിച്ചത്. ഇതിനിടയ്ക്ക് കൈ മുറിഞ്ഞു കേട്ടോ, അപ്പോൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 1, 2, 3 പീസൊക്കെ ആയിട്ട് വാങ്ങിക്കും. അപ്പോൾ വാങ്ങിച്ച് ഹൗസ് വാമിങ് തീരുന്നതിന് മുമ്പ് ഞാനൊരു 20 പീസ് വാങ്ങിച്ചു. അതായത് എണ്ണി നോക്കി ഇന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് എത്ര വേണം എന്നുള്ള രീതിയിൽ എഴുതി നോക്കി അങ്ങനെ 20 ബോട്ടിൽസ് വേണമെന്നുള്ള രീതിയിൽ 20 വാങ്ങിച്ചിട്ട് നമുക്ക് പണി ചെയ്ത ചേട്ടന്മാരോട് പറഞ്ഞ് എനിക്ക് വലിയൊരു ഈ ഐറ്റംസ് വെക്കാൻ ഒരു 20 ബോട്ടിൽ കൊള്ളുന്ന ഒരു വലിയൊരു ഇത് ചെയ്തു തരണേന്ന് പറഞ്ഞ് അങ്ങനെ അവർ 20ൻ്റെ കറക്റ്റായിട്ട് അതിനുള്ള സാധനം ചെയ്തു തന്നു. പക്ഷേ അത് യൂസ്ഫുള്ള് വരുന്നത് കേട്ടോ. പക്ഷെ കുഴപ്പം എന്തുവാന്ന് പറഞ്ഞാൽ അതൊരു 3 ലെയറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 3 ലെയറായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്തുവാന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഫസ്റ്റിലിരിക്കുന്നത് എടുക്കണമെങ്കിൽ ഈ നെക്സ്റ്റ് ലെയറായിട്ടുള്ള ബാക്കി 2 ഐറ്റംസ് എടുത്ത് മാറ്റിയിട്ട് എടുക്കണം. അപ്പോൾ അത് ഭയങ്കര മെനക്കേടായിട്ട് തോന്നി. കുറേ നാൾ നമ്മൾ എടുത്ത് വന്നപ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ച് ആ ഭാഗത്തോട്ട് കുറേ നമ്മുടെ കുക്ക് വെയറുണ്ട്, അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇപ്പം ഗ്ലാസ്സൊക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് നമ്മുടെ ഈ പയറ്, കടല, പരിപ്പ് ആ ബോട്ടിൽസൊക്കെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അതിപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും അത്. അപ്പോൾ ഇനി ചെയ്യുന്നത് നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സ് ഇല്ലയോ, അപ്പോൾ അതിനകത്തോട്ട് മറ്റേ നമ്മുടെ ഇരുന്ന കണ്ടെയ്നേഴ്സിൽ ഇരുന്ന സാധനങ്ങളൊക്കെ ഇതിനോട്ടൊന്ന് മാറ്റിയിടുക. എന്നിട്ട് ഇനി ആ ഇരുന്ന ബോട്ടിൽസൊക്കെ കഴുകണം കേട്ടോ. കഴുകി അടുത്തതായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ ഇത് ഇനിയിപ്പോൾ ഒരെണ്ണം ഒഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തിരിക്കുന്ന ഐറ്റം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാനിരിക്കുന്നതിനകത്തോട്ടിട്ട് വെക്കാം. പിന്നെ ഇതൊക്കെ നെസ്തേഷ്യയില കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. നെസ്തേഷ്യയിൽ എല്ലാത്തിനും കുറച്ച് അധികം റേറ്റ് ഉണ്ട്. പക്ഷെ നല്ല ഐറ്റമാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമ്മൾ പിന്നെ വാങ്ങിച്ചതൊരു ബുദ്ധിമുട്ടായല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരത്തേ ഇല്ല, അത്ര നല്ല ഐറ്റമാണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ഭംഗി കാണാൻ, അടിപൊളി. ഇനി ഇത് ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക.
ഈ ക്ലീനിങ് നടത്തുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും നമ്മൾ ഓരോ പണി തീർത്ത് വെച്ചിട്ട് നമ്മൾ പറയും അയ്യോ ഇനി ഇത്രയും ബാക്കിയുണ്ടല്ലോ എന്ന് പറയും. പിന്നെയും നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ചെയ്യും, പിന്നെയും ബാലൻസ് നമ്മൾ കിടക്കും പറയും അയ്യോ ഇത്രയുണ്ടല്ലോ എന്ന് പറയും. പക്ഷെ ചെയ്ത് 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 ലാസ്റ്റ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും കൂടെ ഞാൻ എപ്പോൾ ചെയ്ത്, ഞാൻ തന്നെയാണോ ചെയ്തേ, ഇതെങ്ങനെ ഇത് തീർന്നു കിട്ടി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എല്ലാവർക്കും അറിയാം, അത് ക്ലീൻ ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ വരും. നമ്മൾ എത്ര ക്ഷീണമായാലും ചെയ്യുകയും ചെയ്യും. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ സമാധാനം കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്തായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ചെയ്യും. നമ്മളെല്ലാവരും ചെയ്യണം കേട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ. കാരണം നമ്മുടെ എല്ലാ ഭാഗവും ചെയ്യണം. നമ്മുടെ നിൽക്കുന്ന സറൗണ്ടിങ്സ് എപ്പോഴും വൃത്തിയാക്കിയിടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് വലിയ വീടെന്നില്ല, ചെറിയ വീടെന്നില്ല, ഒന്നുമില്ല കേട്ടോ. ചെറുതിലും വലുതിലും ഭയങ്കര ആർഭാടത്തിലോ അല്ലെങ്കിൽ കുഞ്ഞു സ്ഥലമൊന്നോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ചുറ്റുപാട് ഏറ്റവും മനോഹരമായിട്ട് ഇടാൻ ശ്രമിക്കണം. ഏറ്റവും നല്ലതുപോലെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഐറ്റം വെച്ച് ഏറ്റവും മനോഹരമായിട്ട് ഇടാൻ ശ്രമിക്കണം. അല്ലാതെ അതിന് ആർഭാടമോ ലക്ഷങ്ങൾ ചിലവാക്കണമെന്നോ ഭയങ്കര പെയിൻറ്റിങ്സ് വേണമെന്നോ LED ലൈറ്റുകൾ വേണമെന്നോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ എങ്ങനെയാണോ നമുക്ക് എന്താ കിട്ടിയത് അതിനെ നന്നാക്കിയിടുക, അത്രയേ ഉള്ളൂ. അത്ര കാര്യമുള്ളൂ കേട്ടോ. അതുപോലെ ഈ നമുക്ക് നല്ല നല്ല വീടുകൾ വെച്ചിട്ട്, അതായത് തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും, അത് വാങ്ങിക്കുന്നു ഇത് വാങ്ങിക്കുന്നു, കുറച്ചുകൂടി ഏരിയ വലുതാക്കി ചെയ്യണം, പിന്നെ കുറേ ഐറ്റംസ് വേണം, സ്പേസ് കിച്ചൺ അത്രയും സ്പേസിൽ വേണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചെയ്യിക്കും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് പൊടി പിടിച്ച് നശിച്ച് കുളമായി ആ ഒരു അവസ്ഥയിലായിരിക്കും കിടക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. നമ്മളല്ല ആരായാലും ആരുടെയോ ഒരാളുടെ അധ്വാനത്തിൻ്റെ ഫലം, അല്ലെ ആരുടെയൊക്കെയോ ഒരാളുടെ, ഒന്നിൽ ഒരാളാവാം അല്ലെങ്കിൽ ഒന്നിൽ കുറേ ആൾക്കാരാവാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരാവാം, ആരായാലും ആരുടെയൊക്കെയോ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ എപ്പോഴും നന്നായിട്ട് നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ ഉള്ള സമാധാനം ഇത് നമുക്ക് ചെയ്ത് തന്നവർക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ. അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ കാണും, ഇതിൻ്റെ പുറകിൽ ഉള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാണും. പക്ഷേ ഇതെപ്പോഴും നീറ്റായിട്ട് കിടക്കുമ്പം അവർക്കും ഒരു സന്തോഷമായിരിക്കും. അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്ത് കൊടുത്തത് നീറ്റായിട്ടുണ്ടല്ലോ എന്ന് തോന്നും. പിന്നെ ഈ സ്പൂണൊക്കെ ഇടുന്ന ഇതുണ്ടല്ലോ, ഇതിനെന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ആ ഹോൾഡർ ഉണ്ടല്ലോ സ്പൂൺ ഇടുന്നത്, ഇതൊക്കെ നമുക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ. അതിന് മുമ്പ് ഒരു 2 ദിവസം മുമ്പാണ് ഓർഡർ ചെയ്തത്. പക്ഷേ വന്ന സാധനത്തിന് ഭയങ്കര ലെങ്ത് ആയിരുന്നു, 1-2 ലെയർ കൂടുതലായിരുന്നുള്ളത്. അപ്പം നമ്മൾ അത് റിട്ടേൺ ചെയ്തിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞാണ് ഇത് വന്നത്. എനിക്കാണെങ്കിൽ ഹൗസ് വാമിങ് സമയത്ത് ഇതുപോലെ എല്ലാ ഐറ്റംസും ഇങ്ങനെ അറേഞ്ച് ചെയ്തിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാക്കി പറയാവേ. ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പണികളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ കാഴ്ചയാട്ടോ. പിറ്റേ ദിവസമാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചത്ത് കുത്തിയ അവസ്ഥയിലായിരുന്നു, അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഏതാണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം അടുക്കി പറക്കി വെച്ചിരിക്കുന്നതുണ്ടോ, എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കേട്ടോ. സത്യത്തിൽ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത്. കാരണം എൻ്റെ പറന്നു പോയ 5-6 കിളി തിരിച്ച് വന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. അത്രയ്ക്ക് സമാധാനമായിരുന്നു ഇത് കാണുമ്പോൾ. പിന്നെ ഏതാണ്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച്, ഇത് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്. പിന്നെ കുറച്ചുകൂടെ നീറ്റാക്കി, ഇതിലൊക്കെ നിറയെ പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി നമുക്ക് ഇപ്പം എടുക്കാനുള്ള ഒരു സെറ്റ് മാത്രം വെച്ച് കേട്ടോ. അതൊക്കെ ക്ലീനാക്കി, കാരണം ആവശ്യമുള്ളത് മാത്രം വെച്ചാൽ മതിയല്ലോ. ഇതിൽ ഈ കാണുന്നതിൽ എണ്ണയാട്ടോ, ഓയിൽ ഐറ്റംസ് ഒക്കെയാണ്, ഓയിൽ, അച്ചാർ, അതൊക്കെയാണ് അതിൽ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞേ, ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച കണ്ടെയ്നർ. ഇത് സൂപ്പറാണ് കേട്ടോ. സൂപ്പറെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇച്ചിരി റേറ്റ് കൂടുതലാണ്, പക്ഷെ നല്ല സാധനമാണ്. എനിക്കിങ്ങനെ കണ്ട് ഓരോ ഐറ്റംസും ഇങ്ങനെ കണ്ട് എടുക്കണമെന്നൊക്കെയുള്ള ഇതിൽ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഗ്ലാസ്സുകൾ, പിന്നെ ദാണ്ട് ഇത് ഇത്രയും നമുക്കിനി ഉപയോഗിക്കാനുള്ള ഐറ്റംസ്. കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് പാത്രങ്ങളെ യൂസ് ചെയ്യുന്നുള്ളൂ. അതാ കാണുന്ന 3 എണ്ണമൊക്കെ. ഇത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കേട്ടോ. ആ ഒരു കണ്ടത് ആ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് മാത്രം ഇരിക്കുന്നത് കേട്ടോ. അതിൽ വന്ന് നമുക്ക് എടുക്കാം, ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള അതിലെടുക്കാം. പിന്നെ ദാണ്ട് പിറ്റേന്ന് കാണുന്നതാട്ടോ ഇത്. ഈ കാഴ്ചയെല്ലാം പിറ്റേ ദിവസത്തെ ഞാൻ എടുത്തതാണ്. ഫുള്ളായിട്ട്
നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളേ ഉള്ളൂ. കൊച്ചു കൊച്ചു മാറ്റങ്ങൾ, അവിടെ ഇരിക്കുന്നത് ഇവിടെ വെച്ചു, ഇവിടെ ഇരുന്നത് അവിടെ വെച്ചു, അത്രയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. പിന്നെ ഈ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുള്ളായിട്ട് ഈ ഐറ്റംസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടോ, ബാക്കി അല്ലാതെ തന്നെ. പക്ഷേ ക്ലീൻ ചെയ്തത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മനസ്സിനൊരു സമാധാനമുള്ള രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്, അല്ലാതെ അവിടെ ഇവിടെയായിട്ട് ചെറുതായിട്ട് ചെയ്തതല്ല, മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. മിക്സിയുടെയൊക്കെ തിളക്കം കണ്ടോ, അതൊക്കെ വെറ്റ് വൈപ്സ് ഇട്ട് തുടച്ചാട്ടോ. വെറ്റ് വൈപ്സ് ഇട്ട് തുടയ്ക്കുമ്പം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാകും. പിന്നെ അത് ഈ ജനൽ കണ്ടോ, ഈ ജനലെല്ലാം ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഒരു വട്ടം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിക്കുക. ഇങ്ങനെ വെള്ളത്തിൽ തൊട്ട്, വെറും പ്ലെയിൻ വെള്ളം കേട്ടോ, വെറും വെള്ളത്തിനകത്ത് ഒരു ലോഷനോ ലിക്വിഡോ ഒന്നും ഒഴിച്ചില്ല, വെറും പച്ച വെള്ളത്തിൽ തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് രണ്ടാമത് ഈ വെറ്റ് വൈപ്സ് വെച്ച് അകവും പുറവും മുഴുവൻ കമ്പിയും ജനലും ഗ്ലാസും എല്ലാം ഫുള്ളായിട്ട് വൃത്തിയാക്കി. നല്ലതാട്ടോ വെറ്റ് വൈപ്സ്. അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ ഈ ഫ്രിഡ്ജ്, ലാസ്റ്റ് ഈ ഫ്രിഡ്ജും കൂടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഈ ഫ്രിഡ്ജിൽ എപ്പോഴും ഇത്രയും ഐറ്റംസേ കാണത്തുള്ളൂ കേട്ടോ. കുറച്ച് ഈ വെജിറ്റബിൾ ബോക്സിനകത്ത് കുറച്ച് കുക്കുംബറും പിന്നെ അത്യാവശ്യം കുറച്ച് വെള്ളരിക്കയൊക്കെ കാണും. ഈ പാവയ്ക്ക എൻ്റെ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക. 1-2 പാവയ്ക്ക എടുത്ത് ഒരു പ്ലേറ്റ് നിറച്ചിട്ടാലും ഞാൻ കഴിക്കും, അത്ര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് മുട്ട, പാല്, തൈര്, കുറച്ച് പച്ചക്കറികൾ അത്യാവശ്യമുള്ള, അല്ലാതെ ഇതിനകത്തൊന്നും കാണത്തില്ല കേട്ടോ, കുത്തി നിറച്ച് ഉള്ള ഐറ്റംസ് ഒന്നും കാണത്തില്ല. എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. കുറേയും കൂടെ ഒക്കെ കണ്ടെയ്നറൊക്കെ കാണും, ഇപ്പോൾ കുറേയൊക്കെ ഒഴിഞ്ഞിരിക്കുക. അല്ലാതെ ഇത്ര ഐറ്റംസ് അല്ലാതെ വേറെ ഒന്നും കാണത്തില്ല കേട്ടോ. എപ്പോഴും നീറ്റായിരിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു കവറോ ഒരു പേപ്പറോ ഒന്നും ആവശ്യമില്ലാത്ത കാണത്തില്ല. എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഇഷ്ടമല്ല കുത്തി നിറച്ചിങ്ങനെ വെക്കുന്നത്. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇതാണ്ട് പിറ്റേന്ന് ഇങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു സുഖം, ഭയങ്കര സുഖം കേട്ടോ ഇത്. ഇങ്ങനെ കാണുമ്പം ഞാനിപ്പോൾ ഈ ക്യാമറ വെച്ചിരിക്കുന്ന ആംഗിളാണ് എനിക്ക് ഏറ്റവും, ഈ കിച്ചണിൽ ഈ ക്യാമറ വെക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. മിക്ക വീഡിയോയിലും ഞാൻ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്. കാരണം ഭയങ്കര രസമായി ഈ ആംഗിൾ കാണാൻ, നല്ല രസമായി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ. അപ്പം കബോർഡിൻ്റെ ഡോറിൻ്റെയൊക്കെ തിളക്കം കണ്ടോ, ഫ്രിഡ്ജ്, ഡോറ്, ജനൽ, ആ മിക്സിയൊക്കെ നല്ല ഷൈനിങ് ആയിട്ടോ, നല്ല ഭംഗിയായി ആ മിക്സിയൊക്കെ. അപ്പം ഇത് പിറ്റേ ദിവസത്തെ കേട്ടോ. പിറ്റേ ദിവസം ആ വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഇപ്പോൾ വേണ്ട ഇത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അടയ്ക്കുക കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പം അതിനു വേണ്ടി അടയ്ക്കുക. ഇത് തലേന്ന് ഈ ക്യാൻഡിലൊക്കെ കത്തിച്ച് ഒന്ന് വീഡിയോ എടുത്തൊക്കെ കാണിക്കണമെന്ന് വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കുഴഞ്ഞ്, കാരണം ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് നെഞ്ചത്തിരിച്ച് കരഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം അന്നേരം അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം തന്നെ കാണിക്കും കേട്ടോ. ഇത് വെറും പ്രഹസനമാണ്, കാരണം ഇത് അന്നേരം ചെയ്യേണ്ടതാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് സമയത്ത് വീഡിയോ എടുക്കേണ്ടതാണ്. പിറ്റേ സമയത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ എന്ന് വെച്ച്, ഒരു പ്രഹസനം ആയിക്കോട്ടെ എന്ന് വെച്ച് പിറ്റേ ദിവസം വന്ന് ക്യാൻഡിലൊക്കെ കത്തിച്ച് ആ ഒരു ഭംഗി കാണിക്കും കേട്ടോ. പ്രഹസനമൊന്നും അല്ല കേട്ടോ, കാരണം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഏത് ഭാഗമായാലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഈ ക്യാൻഡിൽ തന്നെ വേണമെന്നില്ല, ഒരു ചന്ദനത്തിരിയോ എന്തെങ്കിലും കുന്തിരിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ആയാലും മതി. അതൊക്കെ വെച്ചൊന്ന് വൃത്തിയാക്കി മണത്തൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര പുതുമയാണ്. നമ്മൾ ഏതാണ്ട് വീട് വെച്ച് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ആ ഭാഗത്തോട്ട് കയറി ചെല്ലുന്ന പോലൊരു ഫീലിങ്സൊക്കെ വരും കേട്ടോ. പിന്നെ ദാണ്ട് ഇതൊക്കെയാണ് ഞാനുള്ള ആ കണ്ടെയ്നേഴ്സൊക്കെ ഇരുന്നത് മാറ്റിയിട്ട്, 20 കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞില്ല, അത് മാറ്റിയിട്ട് വെച്ച കുക്ക് വെയർസ് അതൊക്കെ കേട്ടോ. അതൊക്കെ നല്ല അടിപൊളി കുക്ക് വെയറുകളാണ്. കാരോട്ടയുടെ ഒക്കെ ഉണ്ട് കേട്ടോ, സൂപ്പർ അതെല്ലാം. പിന്നെ ദാണ്ട് ഇത് കുറച്ചുകൂടെ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ, ഒരു 3-4 ബോട്ടിൽസ് കൂടെ വരാനുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിൽ ഞാൻ ഈ കാണുന്ന ഇത്രയും ഐറ്റംസ് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന കേട്ടോ, അല്ലാതെ അധികമായിട്ട് കുത്തി നിറച്ചിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി വീട്ടിൽ ഞാൻ ഒന്നും കുത്തി നിറച്ച് വെച്ചിട്ടില്ല കേട്ടോ. ഓരോ ഐറ്റംസും എല്ലാ ആവശ്യത്തിനുള്ള ഈ കാണുന്ന ഡെക്കോർ മാത്രമേ ഉള്ളൂ കുറച്ച് അധികമായിട്ട് വന്നത്. ഇത് കുറേ വീഡിയോയിൽ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്,
കിച്ചൺ ടൂർ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു എന്തിനാ ഇത്രയും ഇങ്ങനെ ഇടുന്നത്, ഇത് ഒഴിച്ചിട്ടൂടെ എന്നും പറഞ്ഞ്. നമ്മൾ കാണുന്ന പോലല്ല കേട്ടോ ഈ വൈറ്റ്. എനിക്കും ആദ്യം തോന്നിയത് അങ്ങനെ, ഈ വൈറ്റ് ആയതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചിടാം. എൻ്റെ അമ്മ പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ വെച്ച് ഭംഗിയാക്കടി എന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ പറയുമായിരുന്നു വേണ്ട അമ്മ, ഞാൻ ഒന്നും വാങ്ങിക്കത്തില്ല, ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചിങ്ങനെ ഇടണം, എന്നാലേ വൃത്തിയുള്ളൂ, പ്ലെയിൻ ആയിട്ട് കിടക്കണമെന്ന്. പക്ഷേ താമസമായി കഴിഞ്ഞ് ഓരോ ഐറ്റംസ് വെച്ച് നമ്മൾ ഡെക്കോർ ആക്കുമ്പോഴും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഓരോ ഐറ്റംസ് വെച്ച് നോക്കിയപ്പം എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. നമ്മളിങ്ങനെ കാണുന്ന പോലല്ല, കിച്ചണിൽ ലൈറ്റും കൂടി ഇടുമ്പം ഭയങ്കര ഇരട്ടി ഭംഗിയായിട്ട് തോന്നും. അപ്പം അങ്ങനെ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം നിങ്ങൾക്കായാലും അങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ കുറേ ഐറ്റംസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇടുന്നതാണോ ഇങ്ങനാണോ എന്നുള്ളത്. പിന്നെ കുറച്ച് അധികമായിട്ട് തോന്നും, 1-2 ഐറ്റംസൊക്കെ കുറച്ചുകൂടെ എന്ന് തോന്നും. അതൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങ് വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് പയ്യെ എന്തെങ്കിലും ബോറായിട്ടുണ്ടെങ്കിൽ മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്.